ലെങ്ത് ഫംഗ്ഷനെ പറ്റിയാണ് ഈ ഒരു സെക്ഷനകത്ത് പറയുന്നത്. സോ നമ്മൾ വേരിയബിൾസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കി. സോ ആ ഒരു വേരിയബിളിന്റെ ലെങ്ത് എത്രയാണെന്നുള്ള മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. സോ ഇതിന് യൂസ് ചെയ്യുന്നത് ലെങ്ത്തിന്റെ ഫംഗ്ഷൻ നെയിം യൂസ് ചെയ്യുന്നത് len ആണ്. ലെങ്ത് മീൻസ് ചെയ്യുന്നത് അതിന്റെ സിൻടാക്സ് വരുന്നത് len ആണ്. len ദെൻ ബ്രാക്കറ്റിൽ നമ്മൾ ആ ഒരു വേരിയബിൾ നെയിം അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ട്രിംഗ് വാല്യൂസ്, ഇവിടെ സ്ട്രിംഗ് വാല്യൂസിനാണ് ലെങ്ത് മോണിറ്റർ ചെയ്യുന്നത്. ഇൻറ്റിജർ അല്ലെങ്കിൽ ഫ്ലോട്ട് അങ്ങനെയുള്ള വാല്യൂസ് അല്ല മോണിറ്റർ ചെയ്യുന്നത്, സ്ട്രിംഗ് വാല്യൂസ് ആണ്. അപ്പോൾ നമ്മൾ ഹായ് എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹായുടെ ലെങ്ത് എന്ന് പറയുന്നത് 3 ആണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു വേരിയബിൾ നെയിം ഉണ്ടെങ്കിൽ ആ ഒരു വേരിയബിൾ നെയിം കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നെയിം എന്ന് പറയുന്ന വേരിയബിൾ നെയിം ഉണ്ട്, അതിനകത്ത് നെയിം ഉണ്ട്. ആ ഒരു നെയിമിന്റെ ലെങ്ത് എത്രയാണെന്നുള്ളത് നമുക്ക് മോണിറ്റർ ചെയ്യാം. സോ നമുക്ക് ആ ഒരു സെക്ഷൻ പ്രാക്ടിക്കലി നോക്കാം. സോ ഞാൻ ഇതിന് താഴെ തന്നെയായിട്ട് ഞാൻ ഒരു സ്ക്രിപ്റ്റ് എഴുതുവാണ്. ഇതിന് താഴെയായിട്ട് ലെങ്ത് ദെൻ ആ ഒരു ഒബ്ജക്റ്റ് അതെന്ന് പറഞ്ഞു കൊടുക്കാം. ഞാനിവിടെ ഒബ്ജക്റ്റിൻ്റെ നെയിം ഞാനിവിടെ നെയിം എന്നാണ് വേരിയബിൾ നെയിം കൊടുത്തിട്ടുള്ളത്. സോ ആ ഒരു നെയിം ഇവിടെ കൊടുത്തു. ദെൻ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ എൻ്റെ ഒരു നെയിം ചോദിച്ചിട്ടുണ്ട്. ഞാനിവിടെ ബിനു എന്ന് ടൈപ്പ് ചെയ്യണം. ഓക്കെ, പ്രിൻറ്റിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്യണം. ഇത് നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രിൻറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രിൻറ്റിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്യണം. പിന്നെ ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു നെയിം ഇവിടെ വന്നിട്ടുണ്ട്. ദെൻ അതിൻ്റെ ലെങ്ത് എത്രയാണെന്നുള്ളത് വന്നിട്ടുണ്ട് 4 എന്നുള്ള രീതിയിൽ. ബിനു, അതായത് BINU 4 ഉള്ളത്. സോ അതിൻ്റെ ലെങ്ത് 4 ആണ്. ആ രീതിയിൽ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. അതിനാണ് നമ്മൾ ലെങ്ത് യൂസ് ചെയ്യുന്നത്. നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലെങ്ത് ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അതിൻ്റെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എത്രയാണെന്നുള്ളതൊക്കെ മോണിറ്റർ ചെയ്തെടുക്കാനൊക്കെ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്പർ പ്ലേറ്റ് ഒക്കെ റീഡ് ചെയ്യുന്ന സമയത്ത് അതിനൊരു യൂണിക് ആയിട്ടുള്ള ലെങ്ത് ഉണ്ടാവും. അപ്പോൾ ആ ലെങ്ത്തിൻ്റെ ഇടയിലാണെന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലെങ്ത് ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലെങ്ത് ഫംഗ്ഷനെ പറ്റിയാണ് പറഞ്ഞത്. നമുക്ക് അടുത്ത സെക്ഷനിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. ബൈ ബൈ.